നമസ്കാരം. അപ്പോൾ പ്രശസ്ത ഡയറ്റീഷ്യനായ സിന്ധു മാഡവുമായിട്ടുള്ള സംഭാഷണത്തിൻ്റെ 4ാം ഭാഗത്തിലേക്കാണ് നമ്മളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 3 ലക്കങ്ങൾ നിങ്ങളിൽ ആരെങ്കിലും കാണാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ദയവായി കാണാൻ ശ്രമിക്കുക. കാരണം ഇതൊരു ഓരോ വിഷയങ്ങളും ഇങ്ങനെ അട്ടിയിട്ട് വെച്ചിട്ടുള്ള ഒരു അഭിമുഖം ആയിട്ടല്ല നമ്മൾ കണ്ടിരിക്കുന്നത്. ഇതൊരു ഫ്രീ വീലിംഗ് ഡിസ്കഷൻ എന്ന രീതിയിൽ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നത് നിങ്ങളിൽ ഭൂരിപക്ഷം പേർക്കുമുള്ള സംശയങ്ങൾ തന്നെയാണ്. ആ സംശയങ്ങൾ ഓരോന്നായിട്ട് നമ്മളിവിടെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലക്കത്തിൽ പറഞ്ഞു നിർത്തിയത് ട്രാൻസ് ഫാറ്റ്സ് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. ഇനിയിപ്പോൾ ട്രാൻസ് ഫാറ്റ്സിൻ്റെ വിഷയം കഴിഞ്ഞ സ്ഥിതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശരാശരി മലയാളിക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളതും ഏറ്റവും ഭക്ഷണത്തിൻ്റെ അവിഭാജ്യ ഘടകവുമായിട്ടുള്ള വെളിച്ചെണ്ണയെക്കുറിച്ചാണ്. വെളിച്ചെണ്ണ ഇല്ലാതെ ഒരു മലയാളി ഭക്ഷണ രീതി അല്ലെങ്കിൽ ആഹാര രീതി പൂർണ്ണമല്ല. ശരിയല്ല മാഡം? എന്നാലും ഈയിടെയായ വർഷങ്ങളിൽ വെളിച്ചെണ്ണയെക്കുറിച്ച് കുറേ വിവാദങ്ങൾ വരെയുണ്ട്. വെളിച്ചെണ്ണ വിഷമാണെന്ന് പറയുന്നവർ ആ ഘട്ടത്തിൽ വരെ കാര്യങ്ങളെത്തി. വെളിച്ചെണ്ണ ഹാർട്ടിന് വളരെ അപകടകാരിയാണ്, വെളിച്ചെണ്ണ ഒഴിവാക്കണം. മറ്റുള്ള എണ്ണകളായ പാം ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, സാഫ്ലവർ ഓയിൽ, ഇപ്പോൾ റൈസ് ബ്രാൻ ഓയിൽ വരെ വന്നിട്ടുണ്ട്, വീറ്റ് ജേം ഓയിൽ, അങ്ങനെ ഒത്തിരി വന്നിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ യഥാർത്ഥത്തിൽ വിഷമാണോ, പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട ഒരു ഭക്ഷണ പദാർത്ഥമാണോ എന്നുള്ള സംശയം പൊതുജനങ്ങളുടെ മധ്യത്തിലുണ്ട്. ഇതിനെക്കുറിച്ച് മാഡത്തിൻ്റെ വിദഗ്ധ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഓരോ നാടിനും അതിൻ്റെതായ തനതായ രുചികൾക്ക് അനുയോജ്യമായ ഒരു എണ്ണ ഉണ്ട്. ഇപ്പോൾ കേരളത്തിലാണെങ്കിലും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു എണ്ണ എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ തന്നെയാണ്. എന്നാൽ നമ്മൾ ബംഗാളിൽ പോയി കഴിഞ്ഞാൽ അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മസ്റ്റർഡ് ഓയിൽ, കടുകെണ്ണയായിരിക്കും. അപ്പോൾ തനതായ ഏത് എണ്ണയാണോ നമ്മൾ ഉപയോഗിച്ച് വന്നിരിക്കുന്നത്, ജനിച്ചപ്പോൾ തൊട്ട് നമ്മൾ കഴിച്ച ഭക്ഷണത്തിലും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുന്ന എണ്ണ ഏതാണോ അത് തുടരുന്നതിൽ ഒരു തെറ്റുമില്ല. വെളിച്ചെണ്ണയെ കുറിച്ചുള്ള ഇങ്ങനത്തെ കോൺട്രവേഴ്സീസ് വന്നത് എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ചില എണ്ണകൾ ഉണ്ടാക്കുകയും അതിൻ്റെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്ത് വരാനും പിന്നെ അതിൻ്റെ പോപ്പുലാരിറ്റി വർദ്ധിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് വെളിച്ചെണ്ണയെ ഒന്ന് സപ്രസ് ചെയ്യുന്ന ഒരു പീരീഡ് ഉണ്ടായിരുന്നു. ഒരു മാർക്കറ്റ് ഡ്രിവൺ കോൺട്രവേഴ്സി. അതെ അതെ, അങ്ങനെ ഒരു മാർക്കറ്റ് ഡ്രിവൺ ഒരു പ്രോബ്ലം തന്നെയായിരുന്നു വെളിച്ചെണ്ണയെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഡിപ്പ് ചെയ്യാനുള്ള ഒരു കാരണം ഉണ്ടായ. കൂടാതെ തന്നെ അമേരിക്കൻ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഒക്കെ വെച്ച് അനലൈസ് ചെയ്ത പല പഠനങ്ങളിലും സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്ന ആ ഘടകമാണ് ഏറ്റവും കൂടുതൽ ഹൃദ്രോഗം അല്ലെ പ്രമേഹം അല്ലെങ്കിൽ പൊണ്ണത്തടി അല്ലെങ്കിൽ അമിത രക്തസമ്മർദ്ദം പല അസുഖങ്ങൾക്കും നയിക്കുന്ന ഒരു പ്രധാന കാരണം എന്ന് അവർ സ്ഥിരീകരിച്ചിട്ടുള്ള ഈ സാച്ചുറേറ്റഡ് ഫാറ്റാണ്. കഷ്ടകാലം അല്ലെങ്കിൽ എങ്ങനെയാണ് അത് വിവരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എണ്ണകളിൽ വെച്ച് നോക്കുമ്പോൾ വെളിച്ചെണ്ണയിലാണ് ശരിക്കും പറഞ്ഞാൽ പൂരിത കൊഴുപ്പ്, അതായത് ഈ ഇപ്പം ഞാൻ പറഞ്ഞ ഈ സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ അളവ് കുറച്ച് കൂടുതൽ. അത് ആ ഒരൊറ്റ കാരണത്താലാണ് വെളിച്ചെണ്ണയെ ശരിക്കും പറഞ്ഞാൽ ഒരു തെറ്റായ രീതിയിൽ ചിത്രീകരിച്ച് ഇവിടെ ഇത്രയും ഒരു ലെവലിൽ എത്തിച്ചത് ആ ഒരു കാരണം കൊണ്ടാണ്. എങ്കിൽ തന്നെയും ഈ പൂരിത കൊഴുപ്പിൻ്റെ കാര്യം വിട്ടു കഴിഞ്ഞാൽ വളരെയധികം അത് ശരീരത്തിൽ ഗുണകരമായിട്ടുള്ള പല കാര്യങ്ങൾക്ക് സഹായിക്കുന്ന പല ഘടകങ്ങളും വെളിച്ചെണ്ണയിലുണ്ട്. അതിലൊരു സിമ്പിളായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ പച്ച വെളിച്ചെണ്ണ, നമ്മൾ ആട്ടിയെടുത്ത പച്ച വെളിച്ചെണ്ണ കഴിക്കുകയാണെങ്കിൽ ഡെയിലി നമ്മൾ ഏതെങ്കിലും ഒരു ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി കഴിക്കുക 1 ടീസ്പൂൺ മുതൽ 3 ടീസ്പൂൺ വരെ, അതായത് 15 ml വരെ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഹീറ്റ് ചെയ്യുക, ഇങ്ങനെ ഒന്നും ഇല്ലാതെ കഴിക്കുന്ന ഒരു രീതി നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ അത് ഈ അൽഷീമേഴ്സ് പോലുള്ള അസുഖങ്ങളെ വരെ തടസ്സപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞ ചില സ്റ്റഡികൾ ഇപ്പം വരുന്നുണ്ട്. ഇപ്പം പലരും ഇപ്പൊ നേരെ തിരിഞ്ഞു. അല്ല, ഇപ്പൊ ഈ ദോശ അല്ലെങ്കിൽ ഇഡ്ലിയുടെ കൂടെ ദോശപ്പൊടിയൊക്കെ കഴിക്കുന്ന ഒരു സ്വഭാവം നമ്മളെ പോലെയുള്ളവർക്ക് ചിലവർക്കുണ്ട്. അതിൽ ചേർക്കുന്ന വെളിച്ചെണ്ണയാണ്. പൊടിയൊക്കെ ഇപ്പൊ മാഡം പറഞ്ഞ പോലെ പച്ച വെളിച്ചെണ്ണ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കഴിക്കാറാ പതിവ്. അത് ആൽഷീമേഴ്സ് ഒഴിവാക്കാൻ വരെ സഹായിക്കും എന്നാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. പിന്നെ ഇപ്പൊ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആൽഷീമേഴ്സുമായിട്ട് ഇതിനൊരു ലിങ്ക് ഇപ്പം സ്ഥിരീകരിച്ച് വരുന്നുള്ളതുകൊണ്ട് ഈ വെളിച്ചെണ്ണയിൽ കുറേ അധികം സ്റ്റഡീസ് ഇപ്പൊ വന്നു തുടങ്ങുകയാണ്.
അപ്പം അത് സ്ഥിരീകരിച്ചിട്ടില്ല, എത്ര വോളിയം എന്നുള്ള സ്ഥിരീകരിച്ചിട്ടില്ല. എന്താന്ന് വെച്ചാൽ നമ്മളൊരു അസുഖത്തിന് ഒരു പ്രിവെന്റീവ് ക്യൂർ ആയിട്ട് ഒരു ഭക്ഷണത്തെ ഡിനോട്ട് ചെയ്യുമ്പം അത് ഈ മെഡിസിൻസ് പോലെ തന്നെ നമുക്ക് ഒരു ലോങ് ടേം സ്റ്റഡി ഉണ്ടാവണം. പക്ഷെ തീർച്ചയായിട്ടും അത് ബ്രെയിൻ ആക്ടിവിറ്റിയെ വളരെയധികം സഹായിക്കുന്നുണ്ടെന്ന് ചെറിയ ചെറിയ പഠനങ്ങൾ ഇപ്പോഴേ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ വെളിച്ചെണ്ണയെ പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ഘടകം ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, വെളിച്ചെണ്ണയിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് കുറച്ച് അധികമാണല്ലോ, എന്നാൽ ചില അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. അതാണ് EFA എന്ന് പറയുന്നത്. അതിൽ പെടുന്നതാണ് നമ്മുടെ പ്യൂഫ, മ്യൂഫ എന്നൊക്കെ പറഞ്ഞ പോളി അൺസാച്ചുറേറ്റഡ്, മോണോ അൺസാച്ചുറേറ്റഡ്, ഇങ്ങനെ പലതരത്തിലുള്ള അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് നമ്മുടെ ബോഡിക്ക് ആവശ്യമുണ്ട്. അപ്പം അതിൻ്റെ സപ്ലൈ നമ്മളുടെ ഭക്ഷണ രീതിയിൽ കുറച്ച് പുറകോട്ടാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറൊരു എണ്ണയും കൂടി ഇതിൽ സപ്ലിമെൻറ്റ് ചെയ്യാം, ആഡ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പം ആ ഒരു കോൺസെപ്റ്റാണ് ഇപ്പം നിലവിൽ എല്ലാ റിസർച്ച് സ്റ്റഡീസും പറയുന്നത്. ഒരെണ്ണ മാത്രം ഉപയോഗിക്കുന്ന രീതി വേണ്ട, തനതായ എണ്ണ നമ്മൾ ഏതാണോ ഉപയോഗിക്കുന്നത് അതിലെ അഭാവങ്ങൾ നികത്താൻ വേണ്ടി മാത്രം വേറൊരെണ്ണ ചില ഭക്ഷണ പദാർത്ഥങ്ങളിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ വെളിച്ചെണ്ണയിൽ അഭാവം വരുന്ന IFAs നമ്മൾ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കടുകെണ്ണയോ, വെളിച്ചെണ്ണയിൽ അഭാവം വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഓയിൽസ് ഏതായാലും കുഴപ്പമില്ല. വെളിച്ചെണ്ണ അത്രയും ന്യൂട്രീഷ്യസ് ആയതുകൊണ്ട് നമുക്ക് മറ്റുള്ള ചോയ്സസ് സുലഭമാണ്. എന്നാൽ ഒരു ബംഗാളിലുള്ള ഒരാൾക്ക് മസ്റ്റർഡ് ഓയിലിന് പകരം വെളിച്ചെണ്ണ മാറ്റാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അല്ലെ മസ്റ്റർഡ് ഓയിൽ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് കുറച്ച് ഡിഷസ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ അതൊന്നും അവർക്ക് അക്സെപ്റ്റബിൾ ആയിരിക്കില്ല. പക്ഷെ നമ്മൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സൺഫ്ലവർ ഓയിലോ സോയാബീൻ ഓയിലോ അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിലോ വീറ്റ് ജേം ഓയിലോ ഗ്രൗണ്ട്നട്ട് ഓയിൽ അടക്കം ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. വെളിച്ചെണ്ണയും മറ്റേ എണ്ണയും കൂടെ മിക്സ് ചെയ്ത് ഒരു ഭക്ഷണ പദാർത്ഥം പാകം ചെയ്യേണ്ട ആവശ്യമില്ല. ഒരേ ദിവസം 2 വ്യത്യസ്ത ഡിഷിൽ വ്യത്യസ്ത ഭക്ഷണത്തിൽ 2 എണ്ണ കലർത്തി സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും ഒരു ഉത്തമമായ രീതി. വളരെ നല്ലൊരു വിഷയത്തെക്കുറിച്ചാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടത്. അതായത് വെളിച്ചെണ്ണ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതാണോ വേണ്ട എന്നുള്ളതാണ് മാഡത്തിൻ്റെ അഭിപ്രായം. അതേ അഭിപ്രായമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് എന്നുള്ളതിൽ ഒരു സംശയമില്ല. അങ്ങനെ ഈ കൊഴുപ്പുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തായാലും അടുത്ത വിഷയം, കൊഴുപ്പുമായി ബന്ധപ്പെട്ട അടുത്ത വിഷയമായ LCHF, നമ്മുടെ എല്ലാവരെയും പ്രിയങ്കരമായ LCHF എന്നുള്ള വിഷയത്തിലേക്ക് നമുക്ക് കടക്കാതിരിക്കാൻ സാധ്യമല്ല. അതായത് ലോ കാർബോഹൈഡ്രേറ്റ് ഹൈ ഫാറ്റ് എന്നുള്ള ഇക്കാലത്ത് ലോകപ്രശസ്തമായ ഡയറ്റ്, പല ഡയറ്റ് പ്ലാൻസും ഇന്ന് പ്രമേഹത്തിനെ കുറിച്ച് പറയപ്പെടുന്നുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ ഈ LCHF. പിന്നെ ചിലതിൽ കീറ്റോ ഡയറ്റ്, കീറ്റോജനിക് ഡയറ്റ് എന്നറിയപ്പെടുന്ന കീറ്റോ ഡയറ്റ് ചിലവർ പറയുന്നുണ്ട്. പിന്നെ ഒരു കാലഘട്ടത്ത് വളരെ പ്രശസ്തമായിരുന്ന ആറ്റ്കിൻസ് ഡയറ്റ്, അതിപ്പോൾ കൂടുതലൊന്നും കേൾക്കുന്നില്ല. പക്ഷെ ഈയിടെ കാലങ്ങളിൽ ഒരു പാലിയോ ഡയറ്റിനെ കുറിച്ച് കുറേ വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പലതരത്തിലുള്ള, ഞാൻ ഇവയെ വിശേഷിപ്പിക്കുന്നത് ഫാഷണബിൾ, ആ സമയത്ത് അതാത് സമയത്ത് ഒരു ഫാഷൻ എന്ന രീതിയിൽ പടർന്നു പിടിക്കുന്ന ഡയറ്റ്സ് ആയിട്ടാണ്. ഈ ഡയറ്റ്സിനെ കുറിച്ചൊക്കെ ശാസ്ത്രീയമായി എന്താണ് മാഡത്തിന് പറയാനുള്ളത്? ഇതിനെ ഞാൻ വിശേഷിപ്പിക്കുന്ന ഒരു വാക്ക് പോപ്പുലർ ഡയറ്റ്സ്. ചിലരിങ്ങനെ ഫാഡ് ഡയറ്റ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ആ ഒരു വാക്ക് അല്ലേ, ഇത് ഓരോ ഡയറ്റും ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഉത്ഭവത്തെ പറ്റി നമ്മൾ ആലോചിച്ച് പോവുകയാണെങ്കിൽ, ഈ അടുത്തിടെ തന്നെ ഞാൻ ഒരു സെമിനാറിൽ ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറച്ച് റിസർച്ചൊക്കെ ചെയ്ത ഒരു പീരീഡ് ഉണ്ടായി. അപ്പോൾ അതിൽ ഞാൻ കണ്ട ഒരു ഫാക്റ്റ് ഷെയർ ചെയ്യുകയാണ്. അതായത് നമ്മളെല്ലാവരും ഇപ്പോഴാണല്ലോ ഈ ഡയറ്റ് കൺട്രോളിങ്, ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-20 കൊല്ലത്തിനിടയിലാണ് ഭയങ്കരമായിട്ട് ഇതിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് വരുന്ന ഒരു സിനാരിയോ കണ്ടു തുടങ്ങിയത്. ബട്ട് ലേറ്റ് ബാക്ക് ഇൻ 18th centuries തൊട്ട് തന്നെ പല ഫിസീഷ്യൻസ് അവരൊക്കെ ഇങ്ങനെ വെയിറ്റ് കൺട്രോൾ ഡയറ്റ്സ് ഒക്കെ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഇഫക്ട്സും എല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതിനൊരു ഹരം പിടിച്ചിട്ടുണ്ട്. ഒരു ബാൻറ്റിംഗ് എന്ന് പറയുന്ന ഒരു അണ്ടർടേക്കർ, ആ ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ തുടക്കം ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റൈൽ ഓഫ് ചോദിക്കുന്ന ഒരു സ്റ്റൈല് വരെ വന്നു, ഐ യു ഓൺ എ ബാൻഡ് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരു രീതി വരെ ഉണ്ട്, വിച്ച് ഇൻഡിക്കേറ്റ്സ് യു ആർ ഓൺ എ ഡയറ്റ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു സിനാരിയോ ഈവൻ പണ്ടുകാലം തൊട്ടേ ഉള്ളതാണ്. ഈ ആറ്റ്കിൻസ് ഡയറ്റ്, അതൊരു ഡോക്ടറാണ്, ഡോക്ടർ ആറ്റ്കിൻ ആണ് ഇതിന്റെ പുറകെ സ്റ്റാർട്ട് ചെയ്തത്. ആ ഡോക്ടർ ഉദ്ദേശിച്ച ആ പുള്ളിക്ക് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ചിട്ടപ്പെടുത്തിയ ഒരു ഡയറ്റ് പ്ലാനാണ് ആറ്റ്കിൻസ് ഡയറ്റ്. അതിൽ പ്രോട്ടീന് ഹൈലൈറ്റ് കൊടുത്തു, കാർബോഹൈഡ്രേറ്റ്സ് കുറച്ചു, അങ്ങനെ ഓരോ ഡയറ്റ് പ്ലാൻസ് വന്നിട്ടുണ്ട്. പിന്നെ പാലിയോ ഡയറ്റ്, ഡോക്ടർ പറഞ്ഞ പാലിയോ ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റ്സും അതിൽ ഒഴിവാക്കുകയാണ്, ഡയറി
മിൽക്ക് പ്രോഡക്ട്സ് ടോട്ടലി ഒഴിവാക്കുകയാണ്. ഇപ്പോൾ പ്രോട്ടീൻസും നമ്മളുടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും മാത്രമേ ആ ഡയറ്റിൽ വരുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ പറഞ്ഞ LCHF ഡയറ്റ്, ലോ കാർബോഹൈഡ്രേറ്റ് ഹൈ ഫാറ്റ് ഡയറ്റ്, പിന്നെ കീറ്റോ ഡയറ്റ്. ഈ കീറ്റോ ഡയറ്റ് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പണ്ട് തൊട്ട് ഇത് കുട്ടികൾക്ക് ഈ അപസ്മാരം, സീജേഴ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ഒരു ഡയറ്റാണ്. ബോഡിയിൽ ഒരു കീറ്റോട്ടിക് ഇഫക്റ്റ് ഉണ്ടാക്കുക എന്ന് പറയും. അതായത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് ഡൈജസ്റ്റ് ചെയ്ത് വരുന്ന ഗ്ലൂക്കോസ് സോഴ്സ് ഓഫ് എനർജി ആക്കാതെ ഫാറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്ത് റിലീസ് ചെയ്യുന്ന കീറ്റോൺ ആണ് അതിലെ നമ്മളുടെ ബോഡിക്ക് ഫ്യൂവലായിട്ട് വരുന്നത്. അപ്പം ഇങ്ങനത്തെ പല പല ഡയറ്റ്സ് ഇപ്പം നിലവിൽ വരുന്നുണ്ട്. പലരും ഞങ്ങളോട് തന്നെ വന്ന് ചോദിക്കുന്നുണ്ട്, മാഡം ഒരു കീറ്റോ ഡയറ്റ് പ്രിസ്ക്രൈബ് ചെയ്ത് തരുമോ, അല്ലെങ്കിൽ ഒരു LCHF ഡയറ്റ് പ്രിസ്ക്രൈബ് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിൽ അടിസ്ഥാനമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഓരോ ഡയറ്റിനും അതിൻ്റെതായ ചില ഗുഡ് എഫക്ട്സ് ഉണ്ട്. ബട്ട് ഏത് കാറ്റഗറി ഓഫ് ആളിലാണ് ഇത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുള്ളൂ. എന്തെങ്കിലും തരത്തിൽ അസുഖങ്ങളുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഡോക്ടറിൻ്റെ നിർദ്ദേശം കൂടാതെ ഇങ്ങനത്തെ ഡയറ്റ്സ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്താൽ പണി പാളിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പൊതുവേ മലയാളികളാണെങ്കിലും ഇന്ത്യൻസ് ആസ് സച്ച് പറയുകയാണെങ്കിൽ ഈ ജനറൽ ഒരു ഈറ്റിംഗ് ഹാബിറ്റ് പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും കാർബോഹൈഡ്രേറ്റ് ഡെൻസിറ്റി കൂടിയ രീതിയിലാണ് ആഹാരം കഴിച്ചു വരുന്നത്. അടുത്തിടെ ഈ ഫാറ്റ്സും അതുപോലെ ഈ എന്താ പറയുന്നത് ഹൃദ്രോഗം ഇങ്ങനത്തെയൊക്കെ അവസ്ഥകൾ കൂടി ഏഷ്യൻസിൽ വരുന്നുണ്ടെന്നുള്ള റിപ്പോർട്ട്സ് WHO പല സ്ഥാപനങ്ങൾ വലിയ ന്യൂട്രീഷൻ സപ്പോർട്ട് ഗ്രൂപ്പ്സിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടായപ്പം നമ്മളൊക്കെ എന്താ ചെയ്തേ, ഫാറ്റ്സ് അങ്ങോട്ട് കുറയ്ക്കാൻ തുടങ്ങി. അത് എത്ര അളവാണ് കുറയ്ക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാതെ ഭയങ്കരമായിട്ട് അങ്ങ് കട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട് അടുത്ത കാലങ്ങളിൽ. ഒരു മേ ബി അറൗണ്ട് ഒരു 30 കൊല്ലത്തെ ഒരു ഈറ്റിംഗ് ഹാബിറ്റ് ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ കഴിച്ചിരിക്കുന്നതിന്റെ പകുതി പോലും നമ്മളൊന്നും ഇപ്പൊ ആരും ഫാറ്റ്സ് ഉപയോഗിക്കുന്നുണ്ടാവില്ല. പല ബ്രാൻഡ്സും ഇപ്പൊ അവൈലബിൾ ആണ്, ലോ ഫാറ്റ്, വെരി ലോ ഫാറ്റ്. ഇപ്പൊ പാലാണെങ്കിൽ ലോ ഫാറ്റ് പാലുണ്ട്, സീറോ ഫാറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുന്നത്, ഇതിൽ ഫാറ്റ് കുറവാണ്, അപ്പൊ അതാണെന്നല്ല. അപ്പം നാച്ചുറലി ഇപ്പൊ ബോഡിയിൽ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ആഹാര രീതിയിൽ വോളിയം അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഫാറ്റിന്റെ വോളിയം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പതുക്കെ കുറച്ച് അങ്ങ് ലീസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ ഫാറ്റിന്റെ മെയിൻ ഒരു ഫങ്ഷൻ സറ്റൈറ്റി വാല്യൂ ആണ്. അപ്പം നമുക്ക് ഫാറ്റ് ആഹാരത്തിൽ ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു ഫുൾനെസ് തൃപ്തി തോന്നില്ല. അപ്പൊ അതിന്റെ അഭാവം വരുമ്പോൾ നാച്ചുറലി നമ്മൾ അത് കവറപ്പ് ചെയ്യുന്നത് വീണ്ടും കാർബോഹൈഡ്രേറ്റ് ആണ്. ഈ ഒരു സിനാരിയോ വന്നതോടുകൂടിയാണ് ആൾക്കാർ വണ്ണം വെക്കുന്ന പ്രകൃതിയിലേക്ക് മാറിയത്. അപ്പൊ അടുത്തിടെ നെയ്യ് ഉപയോഗിക്കാന്ന് പറയുന്നുണ്ട്. നെയ്യിന്റെയും റീസൺ ഇതാണ്, നെയ്യ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് അന്നജം ഉപയോഗിക്കില്ല. ആ ഫാറ്റ് ഒരു തടസ്സം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കീറ്റോ ഡയറ്റ് അല്ലെങ്കിൽ LCHF ഡയറ്റിന്റെ കോൺസെപ്റ്റ് അതില്ല. ആ ഫാറ്റിന്റെ ഒരു യൂസേജ് വരുന്നതോടുകൂടി കാർബോഹൈഡ്രേറ്റ് ഡെൻസിറ്റി നമ്മൾ കുറയ്ക്കും. അപ്പോൾ കുറച്ചുകൂടി പ്രമേഹമുള്ളവർക്ക് ഇഫക്റ്റീവ് ബ്ലഡ് ഷുഗർ കൺട്രോൾ. പക്ഷെ ഇതിൽ എന്താ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന്, ഏത് ടൈപ്പ് ഓഫ് ഫാറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എത്ര അളവിലാണ് ഉപയോഗിക്കുന്നത്, പിന്നെ അത് നമുക്ക് അനുയോജ്യമാണോ, നമ്മളുടെ അസുഖത്തിന് ഇങ്ങനെ ഒരു സഡൻ ഷിഫ്റ്റ് ഇൻ ദ ഡയറ്റ് എന്ന് വെച്ചാൽ ഇത്രയും കാലമായിട്ട് ഇപ്പോൾ നമ്മൾ ലോ ഫാറ്റ് ഡയറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സഡൻ ആയിട്ട് നമ്മളൊരു ഹൈ ഫാറ്റ് ഡയറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് ബോഡിയിൽ സംഭവിക്കുന്നത്. ഇപ്പൊ സ്ഥിരീകരിച്ചിരിക്കുന്ന റിപ്പോർട്ട്സ് പ്രകാരം കീറ്റോ ഡയറ്റും LCHF ഒക്കെ 100% ആയിട്ട് റിപ്പോർട്ട്സ് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ബ്ലഡ് ഷുഗർ കൺട്രോൾ നന്നായിട്ടുണ്ട്, ഇഫക്റ്റീവ് വെയിറ്റ് ലോസും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഈ പഠനങ്ങളെല്ലാം ഒരു 3 to 4 months, മേ ബി ഒരു 5 months ഡ്യൂറേഷനിലുള്ള സ്റ്റഡീസ് ആണ് മിക്കതും കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല ഏതൊരു പ്രത്യേക ജനവിഭാഗത്തിൽ മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ. ഇപ്പോ മാഡം പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിലോ മലയാളികളിലോ ഇതുപോലത്തെ പഠനങ്ങളൊന്നും എന്റെ അറിവിലില്ല. ശരിയല്ലേ? അതെ. അപ്പം ഇങ്ങനെയുള്ള ഒരു ഡയറ്റ് പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ഈ ചെറിയൊരു ഡ്യൂറേഷൻ ടൈമിലാണ് ഈ പഠനങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെയും പറയുകയുണ്ടായി, ഒരു പുതിയ ഡ്രഗ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇതിന് ഇങ്ങനെ ഒരു ഇഫക്റ്റ് ഉണ്ടെന്ന് സ്ഥിരീകരിക്കുമ്പോൾ ഇതൊന്നും ഒരു മാസത്തെ 2 മാസത്തെ 3 മാസത്തെ സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലല്ല ആ ഡ്രഗ്, ആ മെഡിസിൻ നമ്മൾക്ക് ശരിക്കും അവൈലബിൾ ആയി വരുന്നത്. സിമിലർലി ആഹാര രീതികളാണെങ്കിൽ പോലും നമ്മൾ ശരിയായ രീതിയിൽ അതൊന്ന് അനലൈസ് ചെയ്ത് കുറച്ചുകൂടി എക്സ്റ്റെൻസീവ് സ്റ്റഡീസ് നടക്കട്ടെ. ഞാൻ ഒരിക്കലും കീറ്റോ ഡയറ്റ് തെറ്റാണെന്നോ അല്ലെങ്കിൽ LCHF പൂർണ്ണമായി നിങ്ങൾ ആരും ട്രൈ ചെയ്യരുത് അങ്ങനെയല്ല പറയുന്നത്. ചില പോപ്പുലേഷൻസ്, ചില ആൾക്കാർക്ക് ബെനിഫിഷ്യൽ ആവുന്നുണ്ട്. പക്ഷെ കണ്ണടച്ചതങ്ങ് ബിലീവ് ചെയ്യുകയും അതിൻ്റെ കോംപ്ലിക്കേഷൻ സെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യാതെയും ഒക്കെ ഇത് തുടർന്ന് പോകുന്നതിൽ ഒരു അഭിപ്രായം എനിക്കില്ല.
അപ്പോൾ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു പ്ലാനാണ്. പിന്നെ ഓഫ് കോഴ്സ് സ്റ്റഡീസ് റിവീൽ ചെയ്യാണ്, നിങ്ങൾ ഇറ്റ് ഇസ് സേഫ്, യു ക്യാൻ യൂസ്, അങ്ങനെ ഒരു ടേം അല്ലെങ്കിൽ അങ്ങനെ ഒരു ന്യൂസ് ശരിക്കും അവർ റിലീസ് ചെയ്യുന്നവരെ വലിയ ഓർഗനൈസേഷൻ ലൈക്ക് WHO, ഇന്ത്യയിലാണെങ്കിൽ ICMR, അടുത്ത് തന്നെ ICMR ഇതിനെപ്പറ്റി ഒരു റിവ്യൂ എഴുതിയിരുന്നു. അതായത് ഇത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറിന്റെ അഡ്വൈസ് ഇല്ലാതെ ഇതൊരിക്കലും ഫോളോ ചെയ്യുന്നു എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് യങ്സ്റ്റേഴ്സ്, മിഡിൽ ഏജ് പീപ്പിൾ, ഈവൻ ഓൾഡ് ഏജ് ആൾക്കാർ വരെ ഇത് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ. അതെ, ഒരു ഫാഷൻ, ഒരു ബൂം പോലെ ആയിട്ടുണ്ട് അല്ലെ, ഒരു LCHF അല്ലെങ്കിൽ, അതായത് ഇപ്പൊ മാഡം പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ച് വ്യക്തമായ പഠനങ്ങളും അവയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന വിവരങ്ങളും ഇല്ലാതെ, നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയെ വിലയിരുത്താതെ ഒരു കണ്ണു അടച്ച് ഒരു ഡയറ്റ് പ്ലാൻ, ഏത് ഡയറ്റ് പ്ലാനും ആയിക്കോട്ടെ, ഇപ്പോൾ ഇത് പാലിയോ ആയിക്കോട്ടെ, LCHF ആയിക്കോട്ടെ, അതിനെ പിന്തുടർന്ന് പോകുന്നത് ഒട്ടും അനുയോജ്യമല്ല, ഒട്ടും ആരോഗ്യകരമല്ല, ഒട്ടും വിശ്വസനീയമല്ല. കാരണം ഓരോരുത്തരുടെ വ്യക്തിപരമായ അനുഭവങ്ങളാണ് ഇപ്പോൾ നമുക്ക് ആകെ ഉള്ളത്, അല്ലാണ്ട് ഒരു ലോങ് ടേം സ്റ്റഡി അതിൻ്റെ എവിഡൻസ് ഇല്ല. അപ്പോൾ എവിഡൻസ്ഡ് ബേസ്ഡ് മെഡിസിൻസിൻ്റെ ഒരു വക്താവ് എന്ന നിലയ്ക്ക് നമ്മൾ എല്ലാവരും ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ഫാഷൻ, ഒരു കാലത്ത് ഒരു ഫാഷനായിട്ടുള്ളൊരു കാര്യത്തെ വെറുതെ നമ്മൾ കണ്ണുടച്ച് മുന്നോട്ട് പോകുന്ന ഒട്ടും ശരിയായ ഒരു നടപടിയല്ല. അപ്പോൾ ഇവിടെ LCHFനെ കുറിച്ച് പല സംശയങ്ങളും വീണ്ടും വീണ്ടും വരും എന്ന് എനിക്കൊരു സംശയവുമില്ല. സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. സിന്ധു മാഡത്തിന് അടുത്തൊരു ലക്കത്തിൽ വീണ്ടും ഞാൻ ക്ഷണിക്കുന്നു. അതുവരെ ഈ ലക്കം, ഈ പരിപാടി ഇവിടെ സമയപരിമിതി മൂലം അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. കണ്ട് ആസ്വദിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നതിനോടൊപ്പം വീണ്ടും ഒരു അഭ്യർത്ഥന, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രേരിപ്പിക്കുക. പിന്നെ നിങ്ങൾ നിർബന്ധമായും ഈ പരിപാടി കണ്ടു തീരുമ്പോൾ ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് അതാത് സമയത്ത് കൃത്യമായി നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നു എന്ന് ഇതുകൊണ്ട് ഉറപ്പാക്കാൻ പറ്റും. നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി മാഡം വളരെ നന്ദിയുണ്ട് ഈ 4 ലക്കത്തിൽ നമ്മളോടൊപ്പം സഹകരിച്ചതിന്, ഒത്തിരി വിവരങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് കൈമാറിയതിനും. അവരെ സംശയങ്ങൾ ഇനി വരും, അപ്പോൾ മാഡത്തെ വീണ്ടും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. നിങ്ങൾ ഈ കണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് കൈമാറുക. അവരുമായിട്ട് ഇത് ഷെയർ ചെയ്യുക. ഇതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുക. കൂടെ ഇതിൻ്റെ കൂടെ കാണുന്ന ആ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും പറയുക. വളരെ നന്ദിയുണ്ട്. നമസ്കാരം.